അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ 60 ദിവസത്തെ താൽക്കാലിക ഇളവ് ലഭിച്ചതോടെ എങ്ങനെയെങ്കിലും തങ്ങളുടെ എണ്ണ വിറ്റഴിക്കാൻ ഇന്ത്യയുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് ഇറാൻ. 68 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഇറാന്റെ കപ്പലുകൾ ലക്ഷ്യസ്ഥാനമില്ലാതെ കടലിൽ ഒഴുകി നടക്കുമ്പോൾ ഇറാനോട് ഒരു മറുപടി പറയാതെ കേന്ദ്ര സർക്കാർ ഇറാനെ കൊണ്ട് പരമാവധി വില കുറപ്പിച്ച് എണ്ണ വാങ്ങാനുള്ള അതിബുദ്ധിപരമായിട്ടുള്ള ഒരു വിലപേശൽ തന്ത്രമാണ്, ഒരു സ്ട്രാറ്റജിക് ഫ്രീസ് ആണ് ന്യൂഡൽഹി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സ്ട്രാറ്റജി എന്നാണ് പുറത്തുവരുന്ന മറ്റുള്ള റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് മാസം വരെയുള്ള തങ്ങളുടെ എണ്ണ ആവശ്യങ്ങൾ ഇന്ത്യൻ റിഫൈനറികൾ ഇതിനകം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഈ കഴിഞ്ഞ മാർച്ചോടെ ഇന്ത്യ ഹോർമൂസ് ഇതര വഴികളിലൂടെ ഏതാണ്ട് 40 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങൽ വൈവിധ്യവൽക്കരിച്ചിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് എണ്ണ വാങ്ങേണ്ട യാതൊരു അത്യാവശ്യവും ഇന്ത്യക്കില്ല. അമേരിക്കൻ ഇളവ് അവസാനിക്കുന്നതിന് മുൻപ് എണ്ണ വിറ്റഴിക്കാനുള്ള ഇറാന്റെ ഗതികേട് ഇന്ത്യക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ കാണിക്കുന്ന ഈ തന്ത്രപരമായ കാത്തിരിപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിലക്കുറവ് നൽകാൻ ഇറാനെ നിർബന്ധിതരാക്കും. ഈ കാത്തിരിപ്പിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്കാണ്. എപ്പോൾ വേണമെങ്കിലും യുദ്ധക്കളമാകാൻ സാധ്യതയുള്ള യാതൊരു സുരക്ഷയുമില്ലാത്ത ആ വഴിയിലൂടെ എണ്ണ കൊണ്ടുവരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക് ആണ്. 22 കപ്പലുകൾ കൊണ്ടുവരാൻ പെട്ട പാട് നമുക്കേ അറിയാവൂ. വാഷിംഗ്ടണിന്റെ മലക്കം മറിച്ചിലുകളും ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇന്ന് ഇളവ് നൽകിയവർ നാളെ വീണ്ടും ഉപരോധം കൊണ്ടുവന്നാൽ ട്രംപ് ആണല്ലോ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികൾ വലിയ സാമ്പത്തിക കുരുക്കിലാകും. അതിനാൽ തന്നെ എണ്ണ വിൽപ്പനയുടെ ഈ ആദ്യഘട്ടത്തിലെ നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള സകല കുരുക്കുകളും ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കട്ടെ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇറാനിലെ ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകളുമായി ഇടപാട് നടത്തി വെറുതെ പ്രശ്നങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് കേവലം എണ്ണയല്ല, മറിച്ച് ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. ഉപരോധങ്ങളുടെ ഭീഷണിയില്ലാത്ത കൂടുതൽ സുസ്ഥിരമായിട്ടുള്ള പാചകവാതകം, പെട്രോ കെമിക്കൽസ്, രാസവളങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇറാനുമായി സഹകരിക്കാനാണ് ഇന്ത്യയുടെ സെക്കൻഡ് വേവ് പ്ലാൻ. ചുരുക്കത്തിൽ ഇറാന്റെ എണ്ണ കപ്പലുകൾ പടിവാതിൽക്കൽ എത്തിയിട്ടും ന്യൂഡൽഹി കാണിക്കുന്ന ഈ മരവിപ്പ് യാദൃശ്ചികമല്ല. ഹോർമൂസ് കടലിടുക്കിലെ ചോരക്കളത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ഇറാന്റെ ഗതികേടിനെ പൂർണ്ണമായും ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു ഭൗമരാഷ്ട്രീയത്തിലെ മാസ്റ്റർ സ്ട്രോക്കാണ്. ന്യൂസ് ഡെസ്ക് ക്യാമറ.